ഓ, കടുത്ത വായനയിലാണല്ലോ ബോസ്. ഇതെന്തോന്ന് മെഴുകു പ്രതിമയോ? വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ലല്ലോ. സൈലൻസ് പ്ലീസ്. ദിസ് ഡേ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. അന്താരാഷ്ട്ര വായനാ ദിനത്തിൽ ഒരക്ഷരം വായിക്കാൻ പറ്റിയില്ല. അന്നല്ലേ മെഴുകു പ്രതിമ പിടിക്കാൻ പോയത്? എൻ്റെ വയർ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നു. അത് വല്ലതും അറിയുന്നുണ്ടോ? ഇന്ന് മുഴുവൻ ഞാൻ ഇവിടെ ഇരുന്ന് പുസ്തകം വായിക്കാൻ പോകുന്നു. വിശക്കുന്ന മനുഷ്യ, പുസ്തകം കയ്യിലെടുക്കൂ, അതൊരായുധമാണ് എന്ന് പറഞ്ഞത് ആരാണെന്നെങ്കിലും അറിയാമോ? എൻ്റെ ശ്രദ്ധ തിരിച്ച് വായന മുടക്കാനല്ലേ ഒരു ചോദ്യം. നോൺസെൻസ്, ഡോണ്ട് ഡിസ്റ്റർബ്. അറിയാൻ വയ്യെങ്കിൽ അത് പറ. വെറുതെ വിഷയം മാറ്റാതെ. ബ്രത്തോൾഡ് ബ്രഹത്ത് എന്ന് കേട്ടിട്ടുണ്ടോ? ആയിരക്കണക്കിന് പുസ്തകങ്ങൾ വായിച്ചു തള്ളുന്ന എനിക്ക് എല്ലാം ഓർത്തു വയ്ക്കാൻ പറ്റില്ല. ഒന്നും വായിക്കാത്തവർ ഇങ്ങനെ വല്ലവരും പറഞ്ഞത് ഓർക്കും. വെറുതെ വായിച്ചാൽ മാത്രം പോരാ, ഇതൊക്കെ ഓർത്തു വയ്ക്കാൻ തലയ്ക്കകത്തെ കിഡ്നി വേണം, കിഡ്നി. എത്ര വലിയ ശല്യമുണ്ടായിട്ടും വായന നിർത്താതിരുന്ന ഒരു മഹാനുണ്ടായിരുന്നു. പേര് പറയാമോ? ഞാൻ പറയാം. നീറോ ചക്രവർത്തി. റോമിന് തീ പിടിച്ചിട്ടും അദ്ദേഹം വീണവായന നിർത്തിയിട്ടില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മലയാളത്തിൽ വായന കുറയുന്നു. അതാണ് ലഹരി മരുന്നിൻ്റെ ഉപയോഗം സ്കൂൾ കുട്ടികളിൽ പോലും കാണപ്പെടുന്നത്. ആര് പറഞ്ഞു? രാവിലെ ബസ് സ്റ്റോപ്പിൽ ഒന്ന് ചെന്ന് നിന്നു നോക്ക്. ആൾക്കാർ കൂട്ടത്തോടെ നിന്ന് വായിക്കുന്നത് കാണാം. വരുന്ന ബസ്സുകളുടെ ബോർഡ്. ട്രംപാണോ ഹിലാരിയാണോ മറ്റോ ആവോ? സാർ, കുട്ടികളെ മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരിക്കാൻ സാർ എന്തോ പരിപാടി വയ്ക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ സാർ. ഓ, മറന്നു. സോറി മിസ്റ്റർ ചെന്നിനായകം. ജമ്പൻ്റെ 101 കുറ്റാന്വേഷണങ്ങൾ എന്ന എൻ്റെ പുസ്തകം സ്കൂളിനടുത്തുള്ള ബുക്ക് സ്റ്റാളിൽ കുറഞ്ഞ വിലക്ക് വിൽക്കുക. എന്തിനാ വേറെ മയക്കുമരുന്ന്? ജമ്പ്. ബുക്ക് സ്റ്റാളിൽ പോയി വായനയെക്കുറിച്ച് പ്രസംഗിച്ചിട്ട് ബാക്കി കാര്യം. അതിനു മുമ്പ് വല്ലതും കഴിക്കണം. യെസ്. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു 5 ഗ്രാം. ഇന്ദുമേനോൻ്റെ ചന്തുലേഖ പേജ് 500, 2 ഗ്രാമുണ്ട്. കോളേജ് വിദ്യാർത്ഥികൾക്കൊക്കെ ഇംഗ്ലീഷ് പുസ്തകമാണ് ഉള്ളത്. ഡസ്റ്റർ ഡക്സ് ഓർ ബെഞ്ചിൻ്റെ ദി ചോക്ക് 5 ഗ്രാമുണ്ട്. പോരെ? ഈ പുസ്തകങ്ങളുമായി ആ റൂട്ടിലേക്കുള്ള ആൾ പുറപ്പെട്ടു കഴിഞ്ഞു. നിങ്ങളുടെ ബുക്ക് സ്റ്റാളിൽ കൃത്യസമയത്തെത്തും. അയ്യോ, പുറപ്പെട്ടോ? ജമ്പനും തുമ്പനും ഇവിടെ ഒരു പരിപാടിക്ക് വരുന്നുണ്ടെന്ന്. വാട്ട്? അതാ ആ ബുക്ക് സ്റ്റാളിൽ നിന്ന് ഒരുത്തൻ പുസ്തകങ്ങളുമായി ഓടുന്നു. കണ്ടോ? എൻ്റെ 101 കുറ്റാന്വേഷണ കൃത്യങ്ങൾ എന്ന പുസ്തകം മോഷ്ടിച്ചു കൊണ്ടുപോയി കരിഞ്ചന്തയിൽ വിൽക്കാനായിരിക്കും. പിടിച്ചിട്ട് തന്നെ കാര്യം. കുറ്റവാളികൾക്ക് മുമ്പിൽ ജമ്പൻ കൊടുങ്കാറ്റ് പോലെ. പ്രധാന വാർത്തകൾ. കോളേജ് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാൻ പുസ്തകത്തിനുള്ളിൽ രഹസ്യ അറയിൽ നിറച്ച മയക്കുമരുന്ന് പിടിച്ചു. ജമ്പനും തുമ്പനും മുഖ്യമന്ത്രിയുടെ അനുമോദനം. പ്രശസ്ത സാഹിത്യകൃതികളുടെ രൂപത്തിലായിരുന്നു മയക്കുമരുന്ന് പുസ്തകങ്ങൾ.